പുരാണ കാലം മുതൽ മുനിമാർ ധ്യാനത്തിനും തപസ്സിനും എന്നു വേണ്ട വേദങ്ങളും ഉപനിഷത്തുകളും രചിക്കാൻ വരെ വനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വനം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലത്ത് ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നകന്ന് ധ്യാനാത്മകമായി മോക്ഷമാർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു വനം ദേവിയുടെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ പ്രദേശവാസികളിൽ ഓരോരുത്തരുടെയും ജന്മപുണ്യം കൊണ്ട് തന്നെയാണ്. മുൻജന്മത്തിലെ പാപപുണ്യകർമ്മങ്ങളിലൂടെയാണല്ലോ ഓരോ മനുഷ്യനും ഓരോ ദേശത്ത് സൃഷ്ടിക്കപ്പെട്ട് ജീവിച്ചു തുടങ്ങുന്നത്. ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാര കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇരിങ്ങോൾ ഭഗവതിയുടെ ചരിത്രകഥ പറയപ്പെടുന്നത്. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ. ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലടച്ച് 8ാമത്തെ പുത്രനെയും കാത്തിരുന്ന കംസന് മുന്നിൽ വന്നു ചേർന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു. 8ാമത്തേത് ആൺകുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും മരണഭയം പൂണ്ട കംസൻ ശൈശവരൂപത്തിലുള്ള പെൺകുഞ്ഞിനെയും കൊല്ലാനൊരുങ്ങി. പൊടുന്നനെ കുഞ്ഞ് ആകാശത്ത് ഒരഭൗമ തേജസ്സോടെ നിറഞ്ഞു നിന്നു. ദേവിയുടെ ആ ദിവ്യ തേജസ് ആദ്യമായി സ്പർശിച്ച ഭൂമിയെ ഇരുന്നോൾ എന്നറിയപ്പെടുകയും പിന്നീട് കാലക്രമേണ ഇരുങ്ങോൾ ദേവീക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. നന്ദാദ്യാഭത്രികാനിശാ ജയാരിക്താ മഹാശക്തി ദേവമാതാ കൃശോദരീ ശചീന്ദ്രാണി. സർവ്വ ചൈതന്യങ്ങളുടെയും പരാശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ ദേവിയെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്ന ദേവഗണങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഹാവൃക്ഷങ്ങളെന്നും പറയപ്പെടുന്നു. വൈകുണ്ഠനാഥരമണി വൃക്ഷങ്ങൾ സദാ ദേവിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ദേവീ ചൈതന്യം ഉൾക്കൊണ്ടു നിൽക്കുന്ന വൃക്ഷലതാദികളെ അനാവശ്യമായി തൊടാനോ ഉപദ്രവിക്കുവാനോ ആയിരക്കണക്കിന് വർഷങ്ങളായി ആർക്കും തന്നെ കഴിയുന്നില്ല എന്നതാണ് പരമമായ സത്യം. ഇവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളോ ഒരു ശിഖരം പോലുമോ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും തന്നെ ധൈര്യമില്ല. കാരണമായി മുൻകാലങ്ങളിലെ പല തിക്താനുഭവങ്ങളും ദേശവാസികൾക്ക് പറയാനുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അങ്ങനെ ഈ വനത്തിനു മുഴുവൻ സംരക്ഷകയായും ഈ പ്രകൃതിയുടെ ആത്മതാളങ്ങളെ മുഴുവൻ ധ്യാനാത്മകമാക്കിക്കൊണ്ടും കുടികൊള്ളുന്ന ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായി ഇവിടേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തരുടെയും ആത്മബോധങ്ങളിലേക്ക് ധ്യാനത്തിന്റെ ഏകാഗ്രത നൽകി സർവകോശങ്ങളെയും തേജോമയമാക്കി പ്രാണോർജത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആനന്ദോത്സവം പകർന്നു നൽകാൻ ദേവി ഇവിടെ വനദുർഗയായി കുടികൊള്ളുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ്. 44 ഇനത്തോളം പക്ഷികളും വിവിധ ഇനം ചെറുജന്തുക്കളും നിറഞ്ഞ ഇരിങ്ങോൾ കാവ് ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. 1993 ഇവിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ സമീപവാസികളെ രക്ഷിച്ചത് ഈ കാവാണെന്ന് പറയാം. ഇക്കാരണം കൊണ്ട് തന്നെ ഇരിങ്ങോൾ കാവിന്റെ സംരക്ഷണത്തിൽ തദ്ദേശീയർ ഏറെ ശ്രദ്ധിക്കുന്നു. ഈ ദിവ്യസങ്കേതത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ഇടതൂർന്ന വേരുകളുടെ വലിയ ഒരു വല തന്നെ ഭൂമിക്കടിയിൽ അതിവിദഗ്ധമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ എത്ര വേനൽക്കാലത്തും ഭീകര വരൾച്ച അനുഭവപ്പെട്ടാലും ഇവിടുത്തെ വനങ്ങൾ നിത്യഹരിതാഭയോടെ വർത്തിക്കുന്നു. ഇവിടുത്തെ കുളം തീർത്ഥക്കുളമാണ്. തൃണബിന്ദു മഹർഷി നിത്യം ഈ കുളത്തിൽ സ്നാനം ചെയ്താണ്
വേദോപദേശം നൽകിക്കൊണ്ടിരുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നിശ്ചിത ദിവസം മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ പരാശക്തിയെ ദർശിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതാണ്. ഇരിങ്ങോൾ ദേവിക്ക് ഉപദൈവങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന വൻമരങ്ങൾ തന്നെയാണ് ദേവിക്ക് ഉപദൈവങ്ങൾ. ബലിക്കല്ലിന് മുന്നിൽ തൊഴുത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ശ്രീകോവിൽ കാണാം. ശ്രീകോവിലിന് മുന്നിലുള്ള വാതിലുകളിലെ ലോഹത്തകടുകളിൽ ദേവീശില്പം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ക്ഷേത്രം പുതുക്കിപ്പണിയുവാനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടങ്ങളിലും പരാജയപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ വനസൗന്ദര്യവും ഇവിടുത്തെ പൗരാണിക ദിവ്യ തേജസ്സും നഷ്ടമാകരുത് എന്ന് ദേവിക്ക് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥായിയായ ഭാവത്തോടെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. കരുണാപൂര തരംഗമതായൊരു മാതംഗി ജയ ഭഗവതി ജയ ജയ. ഇരിങ്ങോൾ ക്ഷേത്രത്തിൽ ദേവിക്ക് 3 ഭാവങ്ങളാണ്. രാവിലെ അഖില ലോക കലാദേവതയായ സരസ്വതി ദേവി. പ്രഭാത പൂജകളിൽ ദേവിക്ക് സോപാന സംഗീതം അർച്ചനയായി സമർപ്പിക്കപ്പെടുന്നു. വാണീ ദേവീം ഭജാമി ഭവദിം വാണീ ദേവീം ഭജാമി ഭവദിം വീണാപാണിം വിലാസിനി. ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് കാളീഭാവത്തിലും കുടികൊള്ളുന്ന ദേവി ഭക്തരുടെ സർവ്വ പ്രാർത്ഥനകൾക്കും ദേവീ ദർശനം വഴി സഫലതയേകുന്നു. ഓരോ ദിവസവും ദേവിക്കായി സമർപ്പിക്കപ്പെടാനുള്ള പുഷ്പമായാണ് ഞാൻ വിടരുന്നത് എന്ന ഭക്തന്റെ മാനസം തൊഴുകൈകളുമായി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോൾ 100,000 ജന്മങ്ങളിലൂടെ മോക്ഷയാത്രയ്ക്കായി പ്രയാണം നടത്തുന്ന ആത്മാവിലേക്കു തന്നെയാണ് ദേവിയുടെ ചൈതന്യം പകർന്നു കിട്ടുന്നത്.